ഹരേ കൃഷ്ണ. എല്ലാവർക്കും നിർമ്മലത്തിലേക്ക് സ്വാഗതം. ഏപ്രിൽ 15-ാം തീയതി വിഷു ആണല്ലേ. അപ്പൊ എല്ലാരും സന്തോഷത്തോടെ കണിയൊക്കെ ഒരുക്കി വിഷു ആഘോഷിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി നിർമ്മാല്യത്തിന്റെയും എന്റെയും വിഷു ആശംസകൾ നേരുന്നു. ഇന്ന് ഉണ്ണിക്കണ്ണന്റെ ഉച്ചപൂജ അലങ്കാരം എന്താണെന്ന് അറിയാവോ? വിഷു ആയിട്ട് ഇന്ന് എങ്ങനെയായിരിക്കും ഉണ്ണിക്കണ്ണൻ ഒരുങ്ങിയിട്ടുണ്ടാവുക? ശ്രീലകത്തുനിന്ന് ഉണ്ണിക്കണ്ണൻ കുഞ്ഞുണ്ണിയുടെ രൂപത്തിലാട്ടോ. എങ്ങനെയാന്ന് അറിയുന്നിരിക്കുന്നത്? രണ്ട് കൈയും വലതുകാല് വായിലിടാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ. നമ്മളിവിടെ ഉണ്ണിക്കണ്ണൻ ഒരുക്കാൻ കഷ്ടപ്പെടുമ്പോ ഉണ്ണിക്കണ്ണൻ രണ്ട് കാലും വായിലോട്ട് ഇടാൻ കഷ്ടപ്പെടാട്ടോ. കിട്ടാണ്ടായപ്പോ ചിരിച്ചുകൊണ്ട് ഇരിക്കാണ് കേട്ടോ. ചിരിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. രണ്ട് കുഞ്ഞിക്കാലിലും പൊന്തള ചാർത്തിയിട്ടുണ്ട്. അരേറ്റ് കിങ്ങിണിയും ഉണ്ട്. അതുപോലെ തന്നെ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. ഒരു പൊന്നിൻ കിരീടം കൂടി തലയിൽ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പൊന്നിൻകിരീടത്തിന്റെ കൂടെ തന്നെ മയിൽപ്പീലിയും വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സുന്ദരനായിട്ടാണ് ഇരിക്കുന്നത്. നല്ല ഭംഗിയിലൊക്കെയാണെന്ന് വിഷുവായിട്ട് ഒരുങ്ങിയിട്ടുള്ളത് കേട്ടോ. പക്ഷെ ഒന്ന് വികൃതി കാണിക്കേണ്ടെന്നുള്ളൂ ഉണ്ണിക്കണ്ണൻ. ആർക്കായാലും ഒന്ന് കോരി എടുക്കാൻ തോന്നും, കൊഞ്ചിക്കാൻ തോന്നുന്ന ഒരു രൂപത്തിലാണ് ഇന്ന് ഉണ്ണിക്കണ്ണൻ ഉള്ളത് കേട്ടോ. അപ്പൊ ഇന്ന് ശ്രീലകത്തെ അലങ്കാരം കുഞ്ഞുണ്ണിയുടെ രൂപത്തിലാണ് വികൃതി കാണിച്ചിട്ട് കേട്ടോ. രണ്ട് കൈ കൊണ്ടും വലതുകാലം ഉണ്ണാൻ നിൽക്കുന്നത് പോലെയാണ്. ഉണ്ണാൻ വേണ്ടി വായിലോട്ട് എത്തുന്നൊന്നുമില്ല. അതുകൊണ്ടൊന്ന് ചിരിച്ചിട്ടാണ് നിൽക്കുന്നത് കേട്ടോ വികൃതിക്കണ്ണൻ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഉണ്ണിക്കണ്ണൻ സങ്കല്പിച്ചുകൊണ്ട് എല്ലാരും പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ നാരായണ.